നമസ്കാരം. ഞെട്ടണ്ട ഒരു കാര്യം പറയാം. ഉണ്ണി മുകുന്ദൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകും. ഞെട്ടണ്ട, അതും പാലക്കാട് തന്നെ ആകും. ഇതാണ് കാര്യങ്ങളുടെ കിടപ്പ്, കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീളുന്നത്. കാരണം പ്രത്യേകിച്ച് ഇലക്ഷൻ വരാനിരിക്കുന്ന സമയത്ത് ബി.ജെ.പി. ഒരു ഏജൻസിയെ വെച്ചിരുന്നു. ഏതൊക്കെ സ്ഥലത്ത് ആരെയൊക്കെ നിർത്തിയാൽ ബി.ജെ.പിക്ക് കൂടുതൽ വോട്ടുകൾ നേടാനും ഒരുപക്ഷെ ജയിക്കാനും സാധിക്കുക എന്നുള്ളത് ഈ ഏജൻസി പഠിച്ചു. അതിനുശേഷം കൃത്യമായ റിപ്പോർട്ട് ബി.ജെ.പിക്ക് സബ്മിറ്റ് ചെയ്തു. അവിടെ പാലക്കാട് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് ഉണ്ണി മുകുന്ദൻ്റെ പേരാണ്. ഉണ്ണി മുകുന്ദൻ നിന്നാൽ ബി.ജെ.പിക്ക് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിയുമെന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഉണ്ണിയോടൊപ്പം തന്നെ ചില പ്രമുഖരുടെ പേര് കൂടി ഉണ്ടെങ്കിൽ പോലും ഉണ്ണി മുകുന്ദൻ എന്ന താരം ബി.ജെ.പി. പാനലിൽ മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ബി.ജെ.പിയുടെ പാനലിൽ നിന്ന് ഉണ്ണി മുകുന്ദൻ മത്സരിക്കുമോ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് വർഷങ്ങൾക്കായിട്ട് ഉണ്ണി മുകുന്ദൻ ബി.ജെ.പിയിൽ ചേരുമെന്നും ആ ബി.ജെ.പിയുടെ ബാനറിൽ ഉണ്ണി മത്സരിക്കുമെന്നുള്ളത് കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് കൂടുതൽ സത്യസന്ധമാവുകയാണ്, കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഉണ്ണി മുകുന്ദൻ ബി.ജെ.പിയുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടുള്ള അനുകൂല പോസ്റ്റുകളോ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുള്ളതാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ഉണ്ണിയുടെ കുറച്ച് ഈ നാൾവഴികൾ എടുത്ത് നോക്കുമ്പോഴേക്കും ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയുടെ ബയോപിക്കിൽ അഭിനയിക്കാൻ പോകുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാ വന്ദേ എന്നാണ് സിനിമയുടെ പേര്. നരേന്ദ്രമോദിയും അമ്മയും തമ്മിലുള്ള വൈകാരികമായ ബന്ധമായിരിക്കും ഈ സിനിമ സംസാരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയായിട്ട് തിരശ്ശീലയിൽ എത്താൻ പോകുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ പ്രത്യേകത. ആ സിനിമ ഒരുപാട് ഭാഷകളിൽ ചെയ്യുന്നതാണ്. ആ സിനിമ ആക്ച്വലി തെലുങ്കിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പോലും പല ഭാഷകളിൽ ഡബ് ചെയ്യും, ഇംഗ്ലീഷിൽ ഉൾപ്പെടെ ഡബ് ചെയ്യും. മാ വന്ദേ എന്നാണ് ആ സിനിമയുടെ പേര്. ഉണ്ണി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ആക്ടറായിട്ട് മാറുമ്പോൾ അത് ബി.ജെ.പിക്ക് ഉണ്ടാക്കുന്ന മൈലേജ് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ബയോപിക്കിൽ ഉണ്ണി മുകുന്ദൻ നായകനായി എത്തുന്നത്. പോയിന്റ് നമ്പർ 1. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്പർ 2, ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചത് കെ അണ്ണാമലയുമായിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ അണ്ണാമലയുമായി സംസാരിക്കുകയും ആ സംസാരത്തിനിടയിൽ കൃത്യമായ പല കാര്യങ്ങൾ വിശദീകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തെന്നും അതിനുശേഷം ഒരു ക്രിക്കറ്റ് മത്സരമുണ്ട് നമ്മൾ തമ്മിൽ പറഞ്ഞു വെച്ചിരുന്നത്, അതിലേക്ക് കൂടി നമുക്ക് എത്രയും വേഗം തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ പറയുമ്പോൾ പോലും അത് വെറും ഒരു കൂടിക്കാഴ്ചയായി മാത്രം കാണരുത്. ഉണ്ണി മുകുന്ദൻ അണ്ണാമലയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, അണ്ണാമല എന്ന സീനിയർ ബി.ജെ.പി. ലീഡറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എന്ന വ്യക്തിയെക്കുറിച്ചും ഉണ്ണി മുകുന്ദൻ എഴുതിയ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചു വായിക്കണം. ഇത് രണ്ടും വായിക്കുമ്പോഴാണ് ഉണ്ണി മുകുന്ദൻ ബി.ജെ.പി. പാനലിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ചേരുന്നത്. സ്വാഭാവികമായിട്ടും അണ്ണാമലയുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ഉറപ്പായിട്ടും ഉണ്ണി മുകുന്ദൻ ബി.ജെ.പിയുടെ പാനലിൽ നിന്ന് മത്സരിക്കുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഇന്ന് തന്നെ എടുത്തു നോക്കിയാൽ CPM സഹയാത്രികനായ റെജി ലൂക്കോസും കൂടി ബി.ജെ.പിയിൽ അംഗത്വം നേടിയിരിക്കുന്നു. അങ്ങനെ ബി.ജെ.പിയിലേക്ക് മാറുന്നവർ ഒരു വശത്തു കൂടി നിൽക്കുമ്പോഴാണ് ഉണ്ണി ആവട്ടെ വർഷങ്ങളായിട്ട് ബി.ജെ.പി അനുകൂലിച്ചുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുമായി ഒന്നിച്ചുള്ള ഫോട്ടോയും അതിനുശേഷം പ്രധാനമന്ത്രി പുകഴ്ത്തിക്കൊണ്ടും അല്ലാതെ ബി.ജെ.പി. എന്ന രീതിയിൽ തന്നെ ഉണ്ണിയെ ആ രീതിയിൽ തന്നെ സൊസൈറ്റി കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടെന്നതും കൂടി വ്യക്തമാണ്. ഇപ്പോൾ കുറച്ചുകൂടി രാഷ്ട്രീയമായ സാധ്യത കൂടുതൽ തുറക്കാനുള്ള കാരണം മാർക്കോ എന്ന സിനിമയിലോടുകൂടി ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ, രാജ്യമൊട്ടാകെ തന്നെ ഉണ്ണി മുകുന്ദൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പാൻ ഇന്ത്യൻ അപ്പീൽ നേടിയിരിക്കുന്നു. അത് ബി.ജെ.പിക്ക് മുതലാക്കാൻ കഴിയുന്ന ഏറ്റവും സുവർണമായ അവസരവും കൂടിയായിരിക്കും ഈ ഇലക്ഷൻസ്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് നിന്ന് ഉണ്ണി മുകുന്ദൻ മത്സരിക്കാനുള്ള സാധ്യതയേറുന്നതും ബി.ജെ.പി. പാനലിൽ ഉണ്ണി വന്നാൽ വിജയ സാധ്യത ഏറ്റവും കൂടുതൽ അനുകൂലമായി മാറാനുള്ള സാധ്യതയും കൂടിയിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ബി.ജെ.പിയുടെ കരുനീക്കങ്ങൾ. ഉണ്ണി ആവട്ടെ ബി.ജെ.പിക്കൊപ്പം തന്നെ നിൽക്കുന്നവരാണ്. ഒരിക്കലും ബി.ജെ.പിക്ക് എതിരായിട്ട് ഉണ്ണി സംസാരിച്ചിട്ടില്ല. ഉണ്ണി ഒരു ഗുജറാത്തുകാരനാണ്, ഗുജറാത്തി പയ്യനാണ്. അവിടെ നിന്നുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് വരികയും കൂടി ചെയ്തത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലവും കൂടി ഉണ്ണിക്കുള്ളത് കൊണ്ട് തന്നെ ബി.ജെ.പിയുമായിട്ട് ആ ഉണ്ണി മുകുന്ദൻ വന്നാൽ, ബി.ജെ.പി. ബാനറിൽ ഉണ്ണി മത്സരിച്ചാൽ അത് കുറച്ചുകൂടി ഇലക്ഷൻ മാറുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇത് പലരും പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദൻ ഇത് അറിഞ്ഞോ എന്നുള്ളത്. ഉണ്ണി മുകുന്ദൻ ഇത് അറിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ ബി.ജെ.പി. ഔദ്യോഗികമായി ഉണ്ണിയോട് ഇക്കാര്യം സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഈ സിനിമാ താരങ്ങൾ മത്സരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. ബി.ജെ.പി. ബാനറിൽ തന്നെ എത്രയോ നടന്മാർ ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടർന്നും ബി.ജെ.പി. സഹയാത്രികരായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഉണ്ണിയെ പോലൊരു താരം വരികയാണെങ്കിൽ വലിയ ഒരു സാധ്യത തുറക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈമറി പോസ്റ്റിലേക്ക് പോലും ഉണ്ണി വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഉണ്ണി മുകുന്ദൻ്റെ ഒരു ഒരു തലയാട്ടൽ അത് മാത്രമാണ് ബി.ജെ.പിക്ക് ആവശ്യം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ ഉണ്ണി ബി.ജെ.പിയിലേക്ക് വരും. ഉണ്ണി ബി.ജെ.പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ സമൂഹത്തിന് ഒരു വോട്ടിംഗ് മാറ്റം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ബി.ജെ.പിക്ക് കൃത്യമായിട്ട് അറിയാം. അത് മുതലെടുക്കുക.
ഉണ്ണി മുകുന്ദൻ എന്ന സ്റ്റാറിൻ്റെ ആ സെലിബ്രിറ്റിയെ പോലും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ബി ജെ പിക്ക് അതൊരു വലിയ ബൂസ്റ്റ് തന്നെയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷനിൽ പാലക്കാട് ഉണ്ണി മുകുന്ദനെ മത്സരിപ്പിക്കാൻ കൂടി ബി ജെ പിക്ക് സാധിച്ചാൽ അതൊരു വലിയ മുന്നേറ്റമായിട്ട് തന്നെ ബി ജെ പിക്ക് ഇത് കണക്കാക്കുകയും ചെയ്യും. ഒരു വലിയ ശതമാനം വോട്ട് ഷെയർസ് ഉൾപ്പെടെ ഉണ്ണിക്ക് തിരിച്ചെടുക്കാനും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ഉണ്ണി മുകുന്ദൻ വരികയാണെങ്കിൽ അതൊരു പുതിയ രാഷ്ട്രീയ നീക്കത്തിലേക്ക് തന്നെ തുടക്കവും കുറിക്കുകയും ചെയ്യും. അതിനൊരു ചുവടുവെപ്പായിട്ട് തന്നെ ഇനി വരുന്ന സിനിമകൾ ഉൾപ്പെടെ ഇപ്പം നരേന്ദ്രമോദിയുടെ ബയോപിക്കിനേക്കാൾ ഉപരി ബി ജെ പിയെ മൊത്തത്തിൽ, അതായത് രാജ്യമൊട്ടാകെയുള്ള ബി ജെ പിയിൽ പോലും ഇവിടെ നിന്നൊരു സ്പോക്സ് പേഴ്സണായിട്ട് പോലും സംസാരിക്കാൻ ഉണ്ണി മുകുന്ദന് സാധിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും ബി ജെ പിക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.